ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നോമ്പ് കാലമായതുകൊണ്ട് കുറേ പേര് എന്നോട് വെജിറ്റബിൾ കറിയുടെയൊക്കെ റെസിപ്പി ആവശ്യപ്പെട്ടിരുന്നു. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു പീച്ചിങ്ങ തീയലാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിരുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് ഈ പീച്ചിങ്ങ തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. പീച്ചിങ്ങ തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പീച്ചിങ്ങയാണ്. അതിൻ്റെ പുറമെല്ലാം നന്നായിട്ട് കഴുകി വെച്ചതാണിത്. ഇനി പീച്ചിങ്ങയുടെ പുറത്തെ ഈ കട്ടിയുള്ള തൊലിയൊന്നും നമുക്ക് കത്തി ഉപയോഗിച്ച് മുറിച്ചു മാറ്റണം. നമ്മൾ പീച്ചിങ്ങ കറി വെക്കാനായിട്ടൊക്കെ വാങ്ങുമ്പോഴത്തേക്കും കൂടുതൽ മൂത്ത പീച്ചിങ്ങ വാങ്ങരുത്. പീച്ചിങ്ങ മൂത്തതാണെന്ന് അറിയാനായിട്ട് നമ്മൾ കൈ കൊണ്ട് പിടിച്ചു നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡായിരിക്കും. അങ്ങനത്തെ പീച്ചിങ് കൊണ്ട് നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് കാണില്ല. പിന്നെ നമ്മൾ ഈ മുറിച്ച് മാറ്റുന്ന തൊലി വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ പീച്ചിങ് ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ തൊലി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനും എടുക്കാം. ഇത് കറിക്ക് ആവശ്യമായ വാളംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാണ്. പുളി അധികം കൂടിപ്പോകരുത്. പുളി കൂടിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി പുളിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് നിരടി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മാറ്റി വെക്കണം. ഇനി കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. തേങ്ങയെല്ലാം നമുക്ക് വറുത്തരക്കണം. അതിനായിട്ട് നമുക്കൊരു ചെറിയ ചീനച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പീരയും ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ചെറിയ ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തേങ്ങ ഇട്ടതിന് ശേഷം കൈയെടുക്കാതെ കുറച്ച് സമയം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോവും. ഇതിൽ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ കുറച്ച് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ ഇളക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഞാൻ വേറൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയതാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വറുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയൊക്കെ കരിഞ്ഞു പോകും. പൊടിയിൽ പച്ചമണം മാറുന്നവരൊന്ന് പെട്ടെന്ന് വറുത്തെടുക്കണം. കൂടുതൽ സമയമൊന്നും ഇട്ട് വറുക്കരുത്. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ വറുത്ത് വെച്ച തേങ്ങ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം തേങ്ങ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നീട് കുറച്ച് വെള്ളം ഇട്ട് അടിച്ചാലും മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ തേങ്ങ കാണുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ കറിക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ കയ്യിലില്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ വെച്ച് കറി ഉണ്ടാക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്താണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. കറിക്ക് ചെറിയ ഉള്ളിയാണ് കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളി കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. പീച്ചിങ്ങ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം.
ഇനി പാൻ ഒന്ന് മൂടി 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഇനി പാൻ തുറന്ന് നോക്കാം. പീച്ചിങ്ങിൽ തന്നെ ധാരാളം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പുളിയും ഉപ്പും എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവി തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം പാൻ മൂടി വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്യണം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറി മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറി കുറച്ച് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കറി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി കറിയിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഉണക്കമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് പൊട്ടിച്ചത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തതിട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ തീയൽ റെഡിയായി കഴിഞ്ഞ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ നോമ്പുകാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.